നമസ്കാരം. ഇന്ത്യയുടെ കണ്ണ് വെട്ടിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് പാകിസ്ഥാൻ കരുതിയാൽ അത് നടക്കില്ല. നിലവിൽ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും നീക്കം പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. അതായത് ബംഗ്ലാദേശും പാകിസ്ഥാനും നടത്തിയ രഹസ്യ നീക്കം ഇന്ത്യ അറിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരം. പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും വ്യോമസേനകൾ തമ്മിൽ ഒരു രഹസ്യ കരാറുണ്ടാക്കിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇരു രാജ്യങ്ങളും ഏർപ്പെട്ടിരിക്കുന്നത് ഇന്ത്യക്കെതിരെയാണ്. ഏപ്രിൽ 15 മുതൽ 19 വരെ ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനകൾ ഉന്നതതല രഹസ്യ യോഗങ്ങൾ ചേർന്നിരുന്നു. ഈ യോഗത്തിൽ നിരവധി സൈനിക വിഷയങ്ങൾ ചർച്ചയായതാണ് റിപ്പോർട്ട്. എന്നാൽ അവിടെ നടന്ന എല്ലാ വിവരങ്ങളും ഇന്ത്യൻ സേന ചോർത്തിയെടുത്തിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ അതിവേഗം വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സൈനിക പങ്കാളിത്തത്തിലേക്കാണ് ഈ സംഭാഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇവർ ഡ്രോൺ വിഷയം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നാണ്. ഏപ്രിലിൽ പാകിസ്ഥാൻ വ്യോമസേന മേധാവി ബംഗ്ലാദേശിൽ സന്ദർശനം നടത്തിയിരുന്നു. ഈ സമയങ്ങളിൽ അടച്ചിട്ടിരുന്ന മുറികളിൽ നടത്തിയിരുന്ന ചർച്ചകളിൽ രേഖകളിലെ വിശദാംശങ്ങൾ ഇന്ത്യൻ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യ കൂടിക്കാഴ്ച പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതിയിരുന്നുവെങ്കിലും എന്നാൽ ഡ്രോൺ യുദ്ധം, തന്ത്രപ്രധാനമായ ആശയവിനിമയം, ബഹിരാകാശ ദൗത്യം, സൈബർ യുദ്ധം എന്നിവയാണ് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. പാകിസ്ഥാനും ബംഗ്ലാദേശും നിലവിൽ ചൈനയുടെ സഹായത്തോടെ ഡ്രോൺ ശേഷി വർദ്ധിപ്പിക്കാൻ ചിന്തിക്കുന്നുണ്ട്. ഇക്കാര്യം ബംഗ്ലാദേശ് പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. കരയിൽ നിന്നും വായുവിലേക്കും കൂടാതെ വായുവിലേക്കുള്ള പ്രവർത്തനങ്ങൾ എൻസ്ക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ ചാനലുകളാണ് ഈ സംവിധാനമായി അവർ ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ ഉപഗ്രഹാധിഷ്ഠിത ISRO കഴിവുകളെ പരാമർശിക്കുന്ന ചില മേഖലകൾ അല്ലെങ്കിൽ രേഖകൾ ഇവർ തമ്മിലുള്ള ബന്ധങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബംഗ്ലാദേശിലെ ഇടക്കാല പ്രസിഡന്റായ മുഹമ്മദ് യൂനിസിനെ പുറത്താക്കാനുള്ള ചർച്ചയും ഈ രഹസ്യ കൂടിക്കാഴ്ചയിൽ നടന്നു എന്നും പുറത്തുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വിസമ്മതിക്കുന്ന യൂനിസിന്റെ നീക്കം ഒരു സൈനിക നടപടികളിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച